നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം തരത്തിലെ അടിസ്ഥാന പാഠാവലി ആദ്യത്തെ യൂണിറ്റ് കനിവും കരുതലും. ഈ യൂണിറ്റിലെ 3ാമത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. ദേവകി നിലയങ്ങോട് എഴുതിയ മഴക്കാലം എന്ന ആത്മകഥാംശമുള്ള ലേഖനത്തിൽ നിന്ന് എടുത്തതാണ് പെരുമഴയത്ത് എന്ന പാഠഭാഗം. ഇനി നമുക്ക് എഴുത്തുകാരിയെ പരിചയപ്പെടാം. ദേവകി നിലയങ്ങോട് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയാണ് ദേവകി നിലയങ്ങോട്. 1928 പൊന്നാനിക്കടുത്ത് മൂക്കുതലയിൽ ജനിച്ചു. ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത അവർ 75ാം വയസ്സിലാണ് എഴുത്ത് ആരംഭിച്ചത്. 70 വർഷം മുമ്പുള്ള സമുദായ ജീവിതത്തിലെ കൗതുകങ്ങളും വൈചിത്ര്യങ്ങളും ആചാരങ്ങളും അനുഭവങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പകർത്തി അവർ എഴുതി. 2023 ജൂലൈ 6 തൃശ്ശൂരിൽ വെച്ച് അന്തരിച്ചു. പ്രധാന കൃതികൾ: കാലപ്പകർച്ചകൾ, യാത്ര കാട്ടിലും നാട്ടിലും, നഷ്ടബോധങ്ങളില്ലാതെ, ഒരു അന്തർജനത്തിൻ്റെ ആത്മകഥ. ഇനി നമുക്ക് അനുബന്ധവാക്യത്തിൻ്റെ ആശയം കൂടി മനസ്സിലാക്കാം. നിറഞ്ഞാൽ നിൽക്കാൻ ഒരിടമില്ല, കനിഞ്ഞാൽ കാലങ്ങളോളം. മഴയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. യഥാകാലം ലഭിക്കുന്ന മഴയും വേനലും മനുഷ്യർക്ക് അനുഗ്രഹമാണ്. എന്നാൽ കാലം തെറ്റിയെത്തുന്ന ഏത് കാലാവസ്ഥയും ദോഷം ചെയ്യുന്നു. കേരളത്തിൽ മഴക്കാലം പ്രളയത്തിന് സാധ്യതയുള്ള ഒരു ഇടമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. മഴ കനിവായി മാറണമെങ്കിൽ മനുഷ്യന് പ്രകൃതിയോടുള്ള സമീപനത്തിലും മാറ്റം ഉണ്ടാവണം എന്ന സൂചന ഈ ബന്ധവാക്യം നൽകുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. പെരുമഴയത്ത്. ഇതിൽ എഴുത്തുകാരി തൻ്റെ കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്ന വലിയൊരു വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് ഈ ലേഖനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. മൂക്കുതല ദേശത്തിൻ്റെ 3 ചുറ്റും കായലാണ്. കായലിന് അന്നൊക്കെ പറഞ്ഞിരുന്ന പേര് കടവ് എന്നാണ്. കിഴക്കുഭാഗം ശ്രായിക്കടവ്, തെക്കുഭാഗം ഉപ്പുങ്കൽ കടവ്, പടിഞ്ഞാറുഭാഗം നരണിക്കടവ്. അങ്ങനെ വടക്ക് കായലില്ല, കരഭൂമിയാണ്. വടക്കു ഭാഗത്തുള്ള എടപ്പാൾ ചാലിശ്ശേരി ഭാഗത്തേക്കൊഴികെ മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും പോവാൻ തോണി വേണം. വലിയ ഇല്ലങ്ങൾക്കും തറവാടുകൾക്കുമൊക്കെ സ്വന്തമായി തോണികളുണ്ട്. വാലിയക്കാരിൽ 1-2 പേർ തോണി കുത്താൻ അറിയുന്നവരുമായിരിക്കും. ദൂരെയുള്ള കോൾപ്പാടങ്ങളിൽ കൊയ്ത്തുകഴിഞ്ഞ് കറ്റ കൊണ്ടുവരുന്നതിനും തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് നാളികേരം കൊണ്ടുവരുന്നതിനും വഞ്ചി കൂടിയേ കഴിയൂ. വഞ്ചി അടുക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാവാം കായലിനെ കടവ് എന്ന് പറഞ്ഞു പോന്നത്. കായൽ വറ്റിച്ചാണ് കൃഷി ഇറക്കുക. ഒറ്റ പൂവലിലാണ് കൃഷി, പുഞ്ച എന്നാണ് പറയുക. കായലിൽ ആദ്യം വലിയ ബണ്ടു കെട്ടും. ഒരു തോട് കീറി വെള്ളം അതിലേക്ക് മാറ്റും. ചക്രം ചവിട്ടിയാണ് വെള്ളം തേവി മാറ്റുക. ബണ്ടിൻ്റെ അടുത്ത് നിരനിരയായി 20-30 ചക്രങ്ങൾ ഉണ്ടാവും. പണിക്കാർ ഊഴമിട്ട് രാത്രിയും പകലും ചക്രം ചവിട്ടി വെള്ളം തേവിക്കൊണ്ടിരിക്കും. പൊതുവെ തുലാമാസത്തിലാണിത്. ചവിട്ടുന്നതിൻ്റെ അധ്വാനം അറിയാതിരിക്കാൻ അവർ പാടിക്കൊണ്ടിരിക്കും. പകലും രാത്രിയും പാട്ടുണ്ടാവുമെങ്കിലും സകലവും നിശബ്ദമാവുന്ന രാത്രികാലങ്ങളിലാണ് ഞങ്ങൾ കുട്ടികൾ ആ തേക്കുപാട്ട് തെളിഞ്ഞു കേൾക്കുക. പാലാട്ടുകോമൻ്റെയും മറ്റും കഥകളാണവ. തുലാമാസ രാത്രികളിൽ ദൂരെ നിന്ന് ഒഴുകി വരുന്ന ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുക. ഇടയ്ക്കെങ്ങാനും ഉണർന്നാൽ അപ്പോഴും കേൾക്കാം നേർത്ത് നേർത്ത് എത്തുന്ന ഈണം. എഴുത്തുകാരിയുടെ ദേശം മൂക്കുതല. 3 ചുറ്റും കായലാണ്. ഓരോ കായലിൻ്റെ ഭാഗത്തിനും കടവിനും പേര് ഉണ്ട്. അന്നൊക്കെ കായലിന് കടവ് എന്ന് പറയും എന്നാണ് എഴുത്തുകാരി പറയുന്നത്. അങ്ങനെ 3 ഭാഗവും കായൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് എഴുത്തുകാരിയുടെ പ്രദേശം. മിക്കപ്പോഴും അവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ തോണി ആവശ്യമാണ്. തോണി കുത്തുക എന്നാൽ തോണി തുഴയുക എന്നാണ് അർത്ഥം. വാലിയക്കാർ, പണിക്കാർ. അപ്പോൾ ഇല്ലങ്ങളിൽ, ഇല്ലം എന്നാൽ വീട് എന്നാണ് അർത്ഥം. നമ്പൂതിരി സമുദായത്തിലുള്ളവർ വീടിന് ഇല്ലം എന്നാണ് പറഞ്ഞു വരാറ്. വാലിയക്കാർ, വേലക്കാർ. അപ്പോൾ ആ വീടുകളിൽ, ഇല്ലങ്ങളിലുള്ള വേലക്കാരിൽ ആരെങ്കിലുമൊക്കെ 1-2 പേരെങ്കിലും ചുരുങ്ങിയത് തോണി തുഴയാൻ അറിയുന്ന ആൾക്കാരായിരിക്കും. കോൾപ്പാടം എന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന്
താഴെ ഉള്ള നിലങ്ങളെ പാടങ്ങളെയാണ് കോൾപ്പാടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള പാടങ്ങളിൽ നിന്ന് കൊയ്ത്ത് കഴിഞ്ഞ് നെൽക്കറ്റ കൊണ്ടുവരുന്നതിനും തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് നാളികേരം കൊണ്ടുവരുന്നതിനുമൊക്കെ വഞ്ചി തോണി കൂടിയേ തീരൂ എന്നാണ് പറയുന്നത്. പിന്നീട് അവർ പറയുന്നത് കൃഷി രീതിയെക്കുറിച്ചാണ്. പുഞ്ച എന്ന കൃഷി രീതിയാണ് പൊതുവെ അവിടങ്ങളിൽ കണ്ടുവരുന്നത്. ബണ്ട് കെട്ടുക എന്ന് വെച്ചാൽ വെള്ളം കയറാതിരിക്കാനായി കെട്ടുന്ന തടയണയാണ് ബണ്ട് എന്ന് പറയുക. ആദ്യമേ തന്നെ കായലിലെ വെള്ളം ഒരു ഭാഗം വറ്റിക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് ഇങ്ങനെ ബണ്ട് കെട്ടും. ആ വറ്റിച്ച സ്ഥലത്തേക്ക് വെള്ളം കയറാതിരിക്കാനായി ബണ്ട് കെട്ടും. പിന്നീട് ഒരു ഭാഗത്ത് നിന്ന് ചക്രം ചവിട്ടി വെള്ളം തേവി മാറ്റും എന്നാണ് പറയുന്നത്. തേവുക ആ വൃത്തിയാക്കിയ കൃഷിക്ക് വേണ്ടി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ പ്രദേശത്തേക്ക്, ആ നിലത്തേക്ക് പതുക്കെ ചക്രം ചവിട്ടുക. അന്നൊന്നും ആധുനികമായിട്ടുള്ള കൃഷിരീതികളൊന്നുമില്ല. ഇങ്ങനെ മനുഷ്യർ തന്നെ അല്ലെങ്കിൽ കൃഷിക്കാർ തന്നെ വെള്ളം ഇങ്ങനെ ചക്രങ്ങളിലൂടെ ചവിട്ടി ഓരോ കൃഷിയിടങ്ങളിലേക്കും എത്തിക്കുകയാണ് പതിവ്. അതാകട്ടെ നിരന്തരം ചെയ്യേണ്ട ഒരു പ്രവൃത്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 1-2 ആൾക്കാർ മാറി മാറി വന്നിട്ടാണ് ഈ വെള്ളം തേവുന്ന ഈ കഠിനമായ അധ്വാനം ചെയ്യുക. ആ സമയത്തൊക്കെ അധ്വാനത്തിൻ്റെ ആ ഭാരം ലഘൂകരിക്കാനായി അവർ ധാരാളം നാടൻ പാട്ടുകൾ പാടും. അപ്പോൾ നാടൻ പാട്ടുകളുടെ ഉറവിടം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഗ്രാമീണ ജനതയുടെ ഇടയിൽ നിന്ന് പാടിപ്പാടി പകർന്നു വന്നവയാണ് എന്ന് നമ്മൾ പാട്ട് പഠിക്കുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ നാടൻ പാട്ടുകളുടെ ഉത്ഭവം അങ്ങനെയാണ്, എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ ജനവിഭാഗങ്ങളും അവരുടെ അധ്വാനത്തിൻ്റെ ഭാരം ലഘൂകരിക്കാനും ഉത്സവങ്ങൾക്കും വിനോദങ്ങൾക്കുമൊക്കെ വേണ്ടി അവർ തന്നെ അതുമല്ലെങ്കിൽ കേട്ട് പാടിപ്പാടിയാണ് അവർ തലമുറകളിലേക്ക് ആ പാട്ടുകൾ പകർന്നിരുന്നത്. മിക്കപ്പോഴും അത് പാലാട്ടു കോമൻ്റെ കഥകളാണ് എന്നിവിടെ ദേവകി നിലയങ്ങാട് ഓർക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ കുട്ടിക്കാലം എത്ര രസകരമായിരുന്നു. നമ്മളിൽ പലർക്കും ഇത്തരത്തിലുള്ളൊരു അനുഭവം പോലും ഉണ്ടാകാൻ ഇടയില്ല. കിടക്കുമ്പോൾ അവർ ഇങ്ങനെ പാട്ട് കേട്ട് പാലാട്ടു കോമൻ്റെ പാട്ടുകൾ ദൂരെ നിന്ന് കേൾക്കുന്നു. ഇടയ്ക്ക് ഉണരുമ്പോഴും ആ പാട്ടിങ്ങനെ നേർത്തെത്തുന്ന ഈണം. വളരെ വ്യത്യസ്തമായൊരു ബാല്യകാല അനുഭവമാണ് ഇവിടെ എഴുത്തുകാരി പങ്കുവയ്ക്കുന്നത്. നമ്മളിൽ പലരും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് മൊബൈൽ വീഡിയോ കണ്ടും അല്ലെങ്കിൽ റീൽസൊക്കെ കണ്ടുമാണ് കിടക്കുന്നത്. അതിൽ നിന്നെല്ലാം എത്ര വ്യത്യസ്തമാണ് കാലങ്ങൾക്ക് പുറകിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ എഴുത്തുകാരി പങ്കുവച്ച ബാല്യകാല അനുഭവം എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ തോണിയും വെള്ളവുമൊക്കെ ആയിട്ടാണ് എൻ്റെ കുട്ടിക്കാലത്തിന് ബന്ധം. കുളം, കുളി എന്നിങ്ങനെ ഇല്ലത്തും വഞ്ചി, കായൽ എന്നിങ്ങനെ പുറത്തും. പക്ഷേ വെള്ളം ഞങ്ങളെയെല്ലാം ഒരു തവണ ഭയങ്കരമായി പേടിപ്പിക്കുകയും ചെയ്തു. എൻ്റെ 13ാമത്തെ വയസ്സിൽ ഒരു കർക്കടകത്തിലായിരുന്നു അത്. മഴയുള്ള ഒരു സാധാരണ ദിവസം എന്നേ തോന്നിയുള്ളൂ. രാത്രി ഊണ് കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഭയങ്കരമായ ഒരു കാറ്റിൻ്റെ വരവ് കേട്ടത്. അസാധാരണമായ ഒരു മുഴക്കത്തോടെയാണ് അത് വീശിയെത്തിയത്. ദൂരെയുള്ള മരങ്ങളിൽ നിന്ന് കൊമ്പുകളും ഇലകളും പറന്ന് 4 ഇറയത്തെത്തി. നടുമുറ്റം നിറയാൻ തുടങ്ങി. കുത്തഴിക്കുള്ളിലൂടെ മുറിയിലേക്കും അവ വന്നു വീണു. വൃക്ഷങ്ങൾ ആടിയുലഞ്ഞ് പൊട്ടിച്ചീന്തുന്ന ശബ്ദം അകത്ത് കേൾക്കാമായിരുന്നു. ഉള്ള ജനലുകളും വാതിലുകളുമെല്ലാം കൊട്ടിയടച്ചു. ഞങ്ങൾ പേടിച്ച് വിറച്ച് തെക്കിനിയിലേക്കും വടക്കിനിയിലേക്കും മാറി മാറി ഓടി. എവിടെ പോയാലും രക്ഷയില്ല. ഉറങ്ങാൻ ആർക്കും ധൈര്യമില്ല. അപ്പോഴേക്കും മഴയും പൊട്ടി വീണു. മഴയത്തും കാറ്റത്തുമായി ഇല്ലവളപ്പിലെ മരങ്ങൾ തലങ്ങും വിലങ്ങും കടപുഴകി വീഴാൻ തുടങ്ങി. എഴുത്തുകാരി പറയുന്നു, ഇങ്ങനെ വെള്ളവുമായിട്ട് അവർക്ക് കുട്ടിക്കാലം മുതലേ തന്നെ വലിയ ബന്ധമാണുള്ളത്. രാവിലെ എണീറ്റ ഉടനെ ഇത്തരം ഇല്ലങ്ങളിൽ അന്തർജനങ്ങൾ പുറത്ത് ചെന്ന് കുളത്തിലും മറ്റും കുളിക്കും. അതവരുടെ ഒരു ചിട്ടയുടെ ഭാഗമാണ്. അതിനുശേഷം ദൈവാരാധന നടത്തും. ഇങ്ങനെയൊക്കെയുള്ള ചിട്ട ആ കുട്ടിക്കാലം മുതലേ ദേവകി നിലയങ്ങാടിൻ്റെ ഇല്ലത്ത് പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ എണീറ്റ ഉടനെ കുളത്തിലേക്ക് പോവുക, കുളിക്കുക. പുറത്താണെങ്കിൽ എവിടേക്കും യാത്ര ചെയ്യണമെങ്കിൽ കായലും വഞ്ചിയും ഒക്കെ
അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അവരുടെ ബാല്യകാലം. പക്ഷേ അവരെ ഭയപ്പെടുത്തിയ ഒന്ന്, വെള്ളം അവരെ ഭയപ്പെടുത്തിയത് ഒരു കർക്കിടക മാസത്തിലാണ്. മഴയുള്ള സാധാരണ ദിവസം എന്ന് കരുതി രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പാണ് വലിയൊരു മുഴക്കത്തോടെ, അസാധാരണമായ, അതങ്ങനെ പതിവുള്ളതല്ല, കാറ്റിന് ശബ്ദമുണ്ട്, പക്ഷേ അസാധാരണമായ ശബ്ദത്തോടെ എത്തുന്ന കാറ്റ്, കൊടുങ്കാറ്റായിരിക്കണം, അത് വീശിയടിക്കാൻ തുടങ്ങി. അവരുടെ പറമ്പിൽ നിൽക്കുന്ന വലിയ വലിയ മരങ്ങളിൽ നിന്ന് കൊമ്പുകളൊക്കെ ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടു. അതിങ്ങനെ നടുമുറ്റത്ത്, ആ വീടിൻ്റെ മുറ്റത്തേക്ക് വന്ന് വീഴുന്ന ഒച്ച കേട്ടു. എല്ലാവരും ജനലും വാതിലും ഒക്കെ അടച്ചു. പേടിച്ച് തെക്കിനിയിലേക്കും വടക്കിനിയിലേക്കും മാറി മാറി ഓടി. തെക്ക് ഭാഗത്തുള്ള മുറികളെയാണ് തെക്കിനി എന്ന് പറയുന്നത്, വടക്ക് ഭാഗത്തുള്ളതിനെ വടക്കിനി എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ എവിടെ പോയാലും അവർക്കൊരു സ്വസ്ഥത ലഭിച്ചില്ല. ആകെ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം, ആർക്കും ഉറങ്ങാൻ ധൈര്യമുണ്ടായില്ല. അപ്പോഴേക്കും വലിയ മഴയും പൊട്ടി വീണു. മഴയത്തും കാറ്റത്തുമായിട്ട് ഇല്ലവളപ്പ്, ആ വളപ്പിൽ അവരുടെ വീടിൻ്റെ പരിസരങ്ങളിലുള്ള മരങ്ങൾ കടപുഴകി വീഴാനും തുടങ്ങി. അപ്പോൾ അത് വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. കൊമ്പുകൾ ഒടിഞ്ഞു വീഴുന്ന ശബ്ദം മാത്രമല്ല, അതിനിടയിൽ വലിയ വലിയ വൃക്ഷങ്ങൾ കടപുഴകി വീഴുക. അപ്പോൾ കടപുഴകി വീഴുക എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ വലിയൊരു അപകട സാധ്യതയുള്ള ഒരു സംഭവം കൂടിയാണ് എന്നാണ് ഇവിടെ എഴുത്തുകാരി പറയുന്നത്. മരം വീഴുന്ന കൂറ്റൻ അലർച്ച ഇടവിട്ട് കേൾക്കാം. ഭാഗ്യത്തിന് എന്തുകൊണ്ടോ ഇല്ലത്തിൻ്റെ മേൽപ്പുരയിലേക്ക് മരമൊന്നും വന്നു വീണില്ല. വെളുപ്പാൻ കാലമായപ്പോഴേക്കും കാറ്റിൻ്റെ ശക്തി തെല്ലു കുറഞ്ഞു. അതിൻ്റെ ചൂളം വിളി ഒന്ന് പതിഞ്ഞു. അപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത്. ഉണർന്നപ്പോൾ ആവട്ടെ പുറത്ത് അതിശക്തിയായി മഴ. അന്തർജനങ്ങൾക്ക് കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല. മുറ്റത്ത് മുഴുവൻ മരക്കൊമ്പുകളും ഇലയും വെള്ളവുമാണ്. വെള്ളം കാണെ പൊങ്ങിക്കൊണ്ടിരുന്നു. വടക്കുപുറത്തെ മുറ്റം വെള്ളത്തിലായി. കുളവും മുറ്റവും കിണറും ഒന്നാവാൻ തുടങ്ങി. അന്ന് ഞങ്ങൾക്കാർക്കും കുളിയുണ്ടായില്ല. തേവാരവും മുടങ്ങി. മഴ അപ്പോഴും തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു. കാണാവുന്നിടത്തെല്ലാം വെള്ളം. വെള്ളപ്പൊക്കമാണ് ഇതെന്ന് അന്നൊന്നും മനസ്സിലായില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ ശമിച്ചത്. പിന്നെ വെള്ളം താണു തുടങ്ങി. എന്തുകൊണ്ടോ ഭാഗ്യത്തിന് ഈ വലിയ വൃക്ഷങ്ങളൊന്നും കാറ്റത്തോ അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പുകളോ ഒന്നും ഇവരുടെ വീട്ടിൻ്റെ മേൽപ്പുരയിലേക്ക് വീഴാത്തത് കൊണ്ട് വലിയ അപകടങ്ങളൊന്നും അന്നുണ്ടായില്ല. എങ്കിലും അവർ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഭയത്തോടെ ഇരുന്നു. വെളുപ്പം കാലമായപ്പോൾ കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു. അതിൻ്റെ ചൂളം വിളി, ആ കാറ്റിന് ഒരു ചൂളം വിളിയുടെ ഒരു ശബ്ദമുണ്ട്, ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദമാണത്. അതും ഒന്ന് ശമിച്ചു, പതുക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോഴാണ് അവരൊന്ന് ഉറങ്ങാൻ കിടന്നത്. ഉണർന്നപ്പോൾ അവർ കണ്ട കാഴ്ച എന്താണ്? ചുറ്റും വെള്ളമാണ്. പറമ്പിലും അതുപോലെ മുറ്റത്തും കുളവും മുറ്റവും കിണറും ഒക്കെ ഒന്നായ ഒരു പ്രതീതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിരാവിലെ എണീറ്റുള്ള അവരുടെ കുളി, അന്തർജനങ്ങളുടെ കുളി അന്ന് മുടങ്ങി. അന്ന് ആർക്കും കുളിക്കാനും കഴിഞ്ഞില്ല. തേവാരവും മുടങ്ങി. തേവാരം എന്നാൽ ദൈവാരാധനയാണ്, അതും മുടങ്ങി. മഴയാണെങ്കിൽ തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കാണുന്നിടത്തെല്ലാം വെള്ളം. ഇത് എഴുത്തുകാരിയുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്, ഒരു കർക്കിടക മാസത്തിലുണ്ടായ അനുഭവം. 3 ദിവസമാണ് ആ മഴ തോരാതെ പെയ്തുകൊണ്ടിരുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ അതൊന്ന് ശമിക്കുക, കുറയുക. പിന്നെ പതുക്കെ വെള്ളം താഴാൻ തുടങ്ങി. നമുക്കും പ്രളയാനുഭവങ്ങളുണ്ട് അല്ലേ? പലപ്പോഴും അത് വലിയ അപകടത്തിലേക്ക് ചെന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വാർത്തകൾ കേട്ടിട്ടുണ്ട്. പലരും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മനുഷ്യത്വപരമായി പലരെയും രക്ഷിച്ചതിൻ്റെ വാർത്തകൾ നമ്മൾ TV-യിലും പത്രത്തിലുമൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇത് പ്രളയമാണ് എന്നൊന്നും അന്ന് 13കാരിയായ എഴുത്തുകാരിക്കും മനസ്സിലായിരുന്നില്ല. ഭയപ്പെടുത്തുന്ന ഒരു മഴക്കാലം എന്നാണ് അവർ പറയുന്നത്. 1942 ഇത്. MT വാസുദേവൻ നായരുടെ നാലുകെട്ടിൽ പരാമർശിക്കുന്ന വെള്ളപ്പൊക്കം ഇതായിരുന്നിരിക്കണമെന്ന് കാലം വെച്ച് നോക്കുമ്പോൾ തോന്നുന്നു. വെള്ളപ്പൊക്കം കൊണ്ട് നാട്ടിൽ പലർക്കും വിലക്കുറവിൽ ഒട്ടേറെ മരത്തടികൾ സ്വന്തമായി കിട്ടി. പുഴയിൽ ഒലിച്ചു വന്ന കാട്ടിലെ മരങ്ങൾ സാഹസികമായി വടമെറിഞ്ഞു പിടിച്ച് വേണ്ടവർക്ക് വിൽക്കുകയായിരുന്നു. 1943 ഞാൻ വിവാഹം കഴിഞ്ഞ് നിലയങ്ങോട്ട് എത്തുമ്പോൾ നീണ്ട തെക്കേയിറയം മുഴുവൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള മരങ്ങൾ ഈർന്ന് വൃത്തിയാക്കി അട്ടം മുട്ടെ കൂട്ടിയിട്ടത് കണ്ടിരുന്നു.
വെള്ളം വന്ന് വാതിൽപ്പടിയിൽ തൊട്ട ദിവസങ്ങളിൽ അമ്മമാർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനു മുമ്പ് നടന്ന മറ്റൊരു വെള്ളപ്പൊക്കത്തെക്കുറിച്ചായിരുന്നു. 99 വെള്ളപ്പൊക്കം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ഇംഗ്ലീഷ് വർഷപ്രകാരം 1923-24 കാലമാണിത്. ഞാൻ ജനിക്കുന്നതിന് 4-5 വർഷം മുമ്പ്. ഭാരതപ്പുഴയുടെ വക്കത്തുള്ള ഞങ്ങളുടെ ഒരു ബന്ധുഗൃഹമായ ഇല്ലത്തെ കാര്യമാണ് അമ്മമാർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭയങ്കരമായ മഴയോടൊപ്പം ഒരു സന്ധ്യാനേരത്താണ് പെട്ടെന്ന് വെള്ളം പൊങ്ങാൻ തുടങ്ങിയത്. പുറവെള്ളം ഏന്തി വരുന്നത് എന്നേ ആദ്യം എല്ലാവരും കരുതിയുള്ളൂ. പക്ഷേ വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം അങ്ങനെയൊന്നും കലാശിച്ചില്ല. തൊടി മുഴുവൻ വിഴുങ്ങിയ വെള്ളം ഉമ്മറപ്പടിയിലെത്തി. കുട്ടികൾ സന്തോഷിച്ചു. അവരുടെ മേലുകഴുകൽ ഉമ്മറപ്പടിയിൽ വച്ചാവാമല്ലോ. എന്നാൽ നോക്കി നിൽക്കെ ഉമ്മറപ്പടിയും കടന്ന് വെള്ളം അകത്തേക്ക് കയറിയെത്തി. അകത്ത് ചുമരുകൾക്കിടയിൽ വെള്ളം ഓളം വെട്ടി. വാതിലുകളെല്ലാം മലർക്കെ തുറന്നിട്ടു. കാറ്റ് വരുമ്പോൾ വാതിലടയ്ക്കുക, വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നതായിരുന്നു അന്നത്തെ ഒരു നാട്ടറിവ്. ഇടനാഴികളിലാണ് വെള്ളത്തിൻ്റെ കുത്തും തള്ളലും ഏറെ ശക്തമായത്. എല്ലാവരും മുകളിലെത്തി. പാത്രങ്ങളും മുകളിലേക്ക് കയറ്റി. വെള്ളവും കോണിപ്പടി കയറി വരാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രമായി ചിന്ത. രാത്രി മുഴുവൻ അവർ മുകൾ നിലയിൽ കഴിച്ചു. പിന്നീട് തോണിയുമായി വന്ന നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇവിടെ ദേവകി നിലയങ്ങാട് പറയുന്നു, കാലം വെച്ച് നോക്കുകയാണെങ്കിൽ 1942 ഈ വെള്ളപ്പൊക്കം ഉണ്ടായത്. MT വാസുദേവൻ നായരുടെ പ്രശസ്തമായ നോവൽ 4 കെട്ടിൽ ഇത്തരത്തിലൊരു വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതും ഈ കാലം വെച്ച് നോക്കുമ്പോൾ 1942 എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വെള്ളപ്പൊക്കം കൊണ്ട് ചില ഗുണങ്ങളുണ്ടായി എന്നും പറയുന്നുണ്ട്. നാട്ടിലെ പലർക്കും ഈ മരങ്ങൾ കടപുഴകി വീണത് മൂലം കാടുകളിലും ഇത്തരത്തിൽ ധാരാളം മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ടാവും. അവയെല്ലാം ഈ കായലിലൂടെ വെള്ളപ്പൊക്കത്തിലൂടെ ഒലിച്ച് പോകുന്നത് കണ്ട് പലരും സാഹസികമായി, വളരെ അതിസാഹസികമായി, അപകടം നിറഞ്ഞ ഒന്നാണത്, വടമെറിഞ്ഞ് പിടിച്ച് വേണ്ടവർക്കത് വിൽക്കുകയും ചെയ്തു. വടമെറിയുക എന്ന് വെച്ചാൽ നല്ല വണ്ണമുള്ള കയറാണ്. അത് എറിഞ്ഞ് ഈ മരത്തടികളെയൊക്കെ പിടിച്ചെടുത്ത് അത് ആവശ്യക്കാർക്ക് വിൽക്കുമായിരുന്നു. ഇവിടെ എഴുത്തുകാരി പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ് നിലയങ്ങോട് എത്തിയപ്പോൾ ഇത്തരത്തിൽ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള ധാരാളം മരങ്ങൾ, അതായത് ഈ കാടുകളിലൊക്കെ തന്നെയും വലിയ വലിയ മരങ്ങളുണ്ടാവും, അവയെല്ലാം വാങ്ങിക്കൂട്ടിയിരിക്കുന്നു തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ. അതിങ്ങനെ ആകാശത്തോളം, അതായത് ഉയരത്തിൽ ഇങ്ങനെ അടുക്കി വൃത്തിയായിട്ട് ഈർന്ന് അത് വൃത്തിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് ഈ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അമ്മമാർ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് എഴുത്തുകാരി പറയുന്നത്. 99 വെള്ളപ്പൊക്കം, അതായത് ഈ 1942 വെള്ളപ്പൊക്കത്തിന് മുമ്പ് അവരെ, കേരളത്തെ മുഴുവൻ ഭയപ്പെടുത്തിയിരുന്ന ഒരു വെള്ളപ്പൊക്കമായിരിക്കണം അത്. 99 വെള്ളപ്പൊക്കം വർഷമാണത് അവർ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് വർഷപ്രകാരം അത് 1923-24 കാലഘട്ടത്തിലാണ് എന്ന് പറയുന്നു. അവിടെ അവരുടെ ഒരു ബന്ധു വീട്ടിലുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു അനുഭവം വളരെ വിരളമായിരിക്കാം. അതുകൊണ്ടാണ് അതിങ്ങനെ ഇത്രത്തോളം അന്ന് വാർത്തയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സമയമാണ്. ഇങ്ങനെ കേട്ട് അറിഞ്ഞുള്ള അറിവുകളാണ്. അതാണ് അമ്മമാർ പരസ്പരം പങ്കുവയ്ക്കുന്നത്. ആ വീട്ടിൽ ഇതുപോലെ വെള്ളം കയറി തുടങ്ങി. ഒരു മഴക്കാലത്ത് കുട്ടികൾ ആദ്യം സന്തോഷിച്ചു. ഉമ്മറപ്പടി വരെ വെള്ളം എത്തിയപ്പോൾ ഇനി അവർക്ക് ഉമ്മറപ്പടിയിൽ നിന്ന് ദേഹം ശുദ്ധി വരുത്താമല്ലോ എന്നാണ് കരുതിയത്. പക്ഷേ അത് ഉമ്മറത്തേക്ക് കയറി, ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെ ഒരു നാട്ടറിവ് എഴുത്തുകാരി പങ്കുവയ്ക്കുന്നുണ്ട്. കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക, വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്ന്. കാറ്റ് വീശുമ്പോൾ അതിൻ്റെ തീവ്രതയും ആഘാതവും നമ്മുടെ വീട്ടിലേക്കും കടന്നു വരും. അതുകൊണ്ടാണ് അത് വാതിൽ അടയ്ക്കുക എന്ന പ്രയോഗം. മറ്റൊരു അർത്ഥത്തിൽ ഏത് നാശം വരുത്തുന്ന സാഹചര്യങ്ങളിലും ജാഗ്രതയോടെ ജീവിക്കുക എന്നൊരു ആന്തരികാർത്ഥം അതിനുണ്ട്. വെള്ളം ഒഴുകി വരുമ്പോൾ വാതിൽ തുറന്ന് അതിന് ഒഴുകാനിട കൊടുക്കണം. അതല്ലെങ്കിൽ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ശക്തിയിൽ വീടിൻ്റെ അസ്ഥിവാരമോ അല്ലെങ്കിൽ വീടിൻ്റെ നിലയോ ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ ശ്രദ്ധയും വിവേകവുമാണ് സുരക്ഷിതമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നൊരു ആന്തരികാർത്ഥം കൂടി ഈ നാട്ടറിവിന് ഉണ്ട്. ഒടുവിൽ ഈ ബന്ധുവീട്ടുകാർ
പാത്രങ്ങളെല്ലാം എടുത്ത് മുകൾ നിലയിലേക്ക് പോയി എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിച്ചാൽ മതി എന്നൊരവസ്ഥയിലേക്ക് എത്തി. പക്ഷേ നാട്ടുകാരെല്ലാവരും ചേർന്ന് തോണിയുമായി വന്ന്, അപ്പോൾ ആ വീടിന് മുകൾ നിലയിൽ കൂടി വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടാകണം അല്ലേ? ആ കോണിപ്പടി കയറി വെള്ളം എന്ന് പറയുന്നുണ്ട്. അതേസമയം അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നു. അതുകൊണ്ടാണ് അവർ ജീവനെങ്കിലും രക്ഷിച്ചാൽ മതി എന്ന ചിന്തയിലെത്തിയത്. പക്ഷേ അതിനിടയിൽ നാട്ടുകാർ വന്ന് തോണിയുമായി വന്ന് അവരെ രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുത്തുകാരിയുടെ ഇത്തരത്തിലുള്ളൊരു അനുഭവം മാത്രമല്ല, അവരുടെ അമ്മമാർ പങ്കിട്ട ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. മഴക്കാലം, മഴയുടെ രസവും രഹസ്യങ്ങളും, മഴവെള്ളം എന്ന ലേഖനത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പാഠഭാഗത്തിൻ്റെ ആശയം ഏവരും ഗ്രഹിച്ചു കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.